കനൽ ഒരു തരിയായിരുന്നു നമുക്കറിയാം. ആലപ്പുഴയിൽ നിന്ന് സഖാവ് ആരിഫാണ് ഒരു തരിയായിട്ടുണ്ടായിരുന്നത്. ആ ഒരു തരി ഇത്തവണ അണഞ്ഞു പോയി എന്ന് മാത്രമല്ല, ആരിഫ് അമ്പലപ്പുഴയിൽ ഹരിപ്പാട്ടും കായംകുളത്തും 3-ാം സ്ഥാനത്തായിപ്പോയി. ശോഭാ സുരേന്ദ്രനാണ് 2-ാം സ്ഥാനത്ത് വന്നത്. KC വേണുഗോപാൽ ഏതാണ്ട് 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അങ്ങനെ ആ കനൽ അണഞ്ഞുപോയി. പകരം ആലത്തൂർ മണ്ഡലത്തിൽ മറ്റൊരു കനൽ തെളിഞ്ഞു. അത് നമ്മുടെ മന്ത്രി രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണൻ ഇതോടുകൂടി മന്ത്രിസ്ഥാനം രാജിവെച്ച് ഡൽഹിക്ക് വണ്ടി കയറേണ്ടതായിട്ട് വരും. രാധാകൃഷ്ണൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് കലാമണ്ഡലം എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ ചേർന്ന് കഥകളി പഠിച്ച് കഥകളി ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ അവിടെ സംസാരിക്കുമെന്ന് നമുക്കറിയില്ല. അതിന് മലയാളത്തിൽ തന്നെ പ്രസംഗിക്കാൻ പോരായില്ല. അപ്പോൾ കനൽ ഒരേ ഒരു തരിയായിട്ട് വീണ്ടും മാറിയിരിക്കുകയാണ്. പഴയ തരിയല്ല, മറ്റൊരു തരിയാണ് എന്ന് മാത്രം. സഖാവ് വി ജോയി വലിയ മത്സരം നടത്തി. അടൂർ പ്രകാശ് ഇത്തവണ ജയിക്കാൻ വേണ്ടി മത്സരിച്ചല്ല, ഇത്തവണ തോറ്റിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിച്ച് ജയിച്ച് കേരള സംസ്ഥാനത്ത് UDFന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഒരു മന്ത്രിയാകണം എന്ന് വിചാരിച്ച് തോൽക്കാൻ വേണ്ടി പഠിച്ച പണി 19 പയറ്റി നോക്കിയതാണ്. പക്ഷേ എന്ത് ചെയ്യാം, ചെറിയ വ്യത്യാസത്തിലാണെങ്കിൽ പോലും നല്ലവരായ നാട്ടുകാർ അടൂർ പ്രകാശിനെ തന്നെ ജയിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡൽഹിക്ക് പോകാൻ മാർഗമുള്ളൂ. അപ്പോൾ അടുത്ത മന്ത്രിസഭയിൽ മന്ത്രിയാകുക എന്നുള്ള പ്രകാശിൻ്റെ മോഹത്തിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ജോയിക്കും ജയിക്കണമെന്ന് വലിയ നിർബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നതാണ് കൂടുതൽ ലാഭകരം എന്നുള്ളതുകൊണ്ട് അദ്ദേഹവും ജയിക്കാൻ താല്പര്യപ്പെട്ടില്ല. ഏതായാലും അങ്ങനെ 2 പേര് തമ്മിലുള്ള വളരെ റിലക്റ്റൻ്റ് ആയിട്ടുള്ളൊരു മത്സരത്തിൽ ജോയി ഒരു വിധത്തിൽ തോൽക്കുകയും മറ്റൊരു വിധത്തിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ അടൂർ പ്രകാശ് ഡൽഹിക്ക് പോവാണ്. തിരുവനന്തപുരത്ത് ശശി തരൂർ വലിയ മത്സരം നേരിട്ടു. പക്ഷേ അദ്ദേഹം വിജയിച്ചു. അവസാനം വന്നപ്പോൾ അതുവരെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തു. പക്ഷേ ഏറ്റവും അവസാനം പണ്ട് രാജഗോപാലിനെ തോൽപ്പിച്ച അതേ രീതിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ച് അദ്ദേഹം 4ാമതും ജയിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കോൺഗ്രസ്സുകാരും പുള്ളിക്കെതിരായിരുന്നു. പക്ഷേ എന്നാലും ഈ വലിയ ജനപിന്തുണ ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് സൗന്ദര്യമുള്ള വോട്ടുകൾ കൂടുതൽ കിട്ടിയത് തരൂരിനായതുകൊണ്ട് അദ്ദേഹം വീണ്ടും ജയിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ വാചകത്തിൽ ആ കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെ വിശ്വപൗരൻ, അല്ലെങ്കിൽ പണ്ട് നായന്മാർ ഇദ്ദേഹത്തെ പരിഹാസമായിട്ട് പറഞ്ഞത് ഡൽഹി നായർ, വീണ്ടും ഡൽഹിക്ക് തന്നെ പോവുകയാണ്. തൊട്ടടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കൊല്ലമാണ്. കൊല്ലത്ത് നമുക്കറിയാം പ്രേമേന്ദ്രനാണ് മത്സരിച്ചത്. പ്രേമേന്ദ്രനെതിരെ മത്സരിച്ച സഖാവ് M മുകേഷായിരുന്നു. മത്സരം ബഡായി ബംഗ്ലാവിലേക്കായിരുന്നെങ്കിൽ മുകേഷ് തന്നെ ജയിക്കുമായിരുന്നു. പക്ഷേ പാർലമെൻറ്റിലേക്ക് ആയതുകൊണ്ട് പ്രേമേന്ദ്രൻ ജയിച്ചു. ഭൂരിപക്ഷത്തിൽ യാതൊരു കുറവുമില്ല, 1.5 ലക്ഷം തന്നെയാണ്. ആൻ്റോ ആൻ്റണി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് നമ്മുടെ പാർട്ടിയുടെ സമുന്നത നേതാവും അതുപോലെ മുൻ ധനകാര്യമന്ത്രിയും സാമ്പത്തിക ശാസ്ത്ര വിശാരദനുമായ തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് തരക്കേടില്ലാത്ത മത്സരം സംഘടിപ്പിച്ചു. പക്ഷേ തോമസ് ഐസക്കിന് കിട്ടിയ വോട്ടും അതുപോലെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച അനിൽ ആൻ്റണിക്ക് കിട്ടിയ വോട്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അനിൽ ആൻ്റണിയേക്കാൾ ചെറിയ നേട്ടമേ തോമസ് ഐസക്കിന് കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹവും പരാജയപ്പെട്ടു. ജനങ്ങൾ വെറുത്ത സ്ഥാനാർത്ഥിയായിട്ടും ആൻ്റോ ആൻ്റണി വിജയിച്ചു. അതുതന്നെയാണ് മാവേലിക്കരയിൽ സംഭവിച്ചത്. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു. അരുൺകുമാർ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി നല്ലപോലെ മത്സരം ഉണ്ടാക്കി. പക്ഷേ ഏതാണ്ട് 10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കൊടിക്കുന്നിൽ സുരേഷ് പാസ്സായി. കൊടിക്കുന്നിൽ ഇത് 8ാം തവണയാണ് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹവും വീണ്ടും മാവേലിക്കരയെ പ്രതിനിധീകരിച്ച് ഡൽഹിക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ വലിയ മത്സരം ഞാൻ നേരത്തെ പറഞ്ഞു, ആരിഫ് സംഘടിപ്പിച്ചു. പക്ഷേ KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. 2 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ BJP സ്ഥാനാർത്ഥിയുടെ പുറകിലായിപ്പോയി എന്നൊരു ചെറിയ അപമാനവും കൂടി ആരിഫിന് സഹിക്കേണ്ടതായിട്ട് വന്നു. ആലപ്പുഴയിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ട് അതിലുപരി ഇഴവ വോട്ടുകൾ വലിയ തോതിൽ ശോഭാ സുരേന്ദ്രൻ ക്യാൻവാസ് ചെയ്തു. ഇഴവരുടെ വോട്ടില്ലെങ്കിൽ പിന്നെ CPM ഇല്ല. അങ്ങനെ CPMൻ്റെ വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ശക്തി വർദ്ധിപ്പിച്ചു. കേരളത്തിൽ ഏത് മണ്ഡലത്തിലും മത്സരിക്കാവുന്ന ഒരു വലിയ പോരാളിയാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി തെളിയിച്ചു. അതാണ് ആലപ്പുഴയുടെ ടേൺ ഔട്ട്. കോട്ടയത്ത് വലിയ മത്സരം കേരള കോൺഗ്രസിൽ 2 ഗ്രൂപ്പുകൾ തമ്മിലാണ്. അവിടെ BJP പിന്തുണ BDJ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തുഷാർ വെള്ളാപ്പള്ളി നല്ലപോലെ വോട്ട് പിടിച്ചു.
ആ വോട്ടും ആത്യന്തികമായിട്ട് പോയത് ചാഴികാടൻ്റെ പെട്ടിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് ജയിച്ചു. ഫ്രാൻസിസ് ജോർജിന് വേറൊരു മേന്മയുണ്ട്. അദ്ദേഹം UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് കോട്ടയം. അതിലുപരി KM ജോർജിൻ്റെ മകൻ എന്നുള്ള ഒരു ഗ്ലാമറുണ്ട്. പിന്നെ മാന്യനായ ഒരു പൊതുപ്രവർത്തകൻ എന്ന ഒരു പ്രതിച്ഛായയും ഫ്രാൻസിസ് ജോർജിന് ഗുണകരമായിട്ട് ഭാവിച്ചു. ചാഴികാടനൊരു സാധു മനുഷ്യനായിരുന്നു. നേരത്തെ പിണറായി വിജയനാൽ നവകേരള സദസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പോൾ ആ അപമാനത്തിൻ്റെ പുറമെ ഈ പരാജയവും കൂടി അദ്ദേഹത്തിന് ഏറ്റുവെക്കേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ സഹതാപമുണ്ട്. ഇടുക്കിയിൽ അങ്ങനെ വലിയ മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ ഡി കുര്യാക്കോസ് വിജയം ആവർത്തിച്ചു. മാർക്സിസ്റ്റുകാർ ദത്തെടുത്ത ജോയ്സ് ജോർജ് ആയിരുന്നു ഇത്തവണയും എതിരാളി. അങ്ങനെ ജോയ്സ് ജോർജ് രണ്ടാമതും പരാജയപ്പെട്ടു. ഡി കുര്യാക്കോസ് വീണ്ടും വിജയിച്ചു. എറണാകുളത്തെ കാര്യം പറഞ്ഞ സത്യത്തിന് ചിരിക്കണോ കരയണോ എന്ന് എനിക്കറിയില്ല. KJ ഷൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിച്ചത്. അവർ വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു 7:45 തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 8 മണിക്കാണ് വോട്ടെണ്ണം തുടങ്ങുന്നത്, 7:45 തോക്കും. പക്ഷേ എൻ്റെ വാക്കുകൾ തെറ്റിപ്പോയി. 7:45 കാലത്ത് 7 മണിക്ക് തന്നെ ആ സ്ഥാനാർത്ഥി തോറ്റുപോയി. ഹൈബിക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ട് പോലും നമ്മുടെ ഈ ധീര സഖാവിന് കിട്ടിയില്ല. അഥവാ ഹൈബിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കുറവായിരുന്നു ഇവർക്ക് ആകെ കിട്ടിയ വോട്ട്. ഏതാണ്ട് 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് ഹൈബി ഇടം ജയിച്ചത്. ഈ ET മുഹമ്മദ് ബഷീറിനും അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ കിട്ടുന്ന പോലത്തെ ഭൂരിപക്ഷം, അങ്ങനത്തെ ഭൂരിപക്ഷത്തോടെയാണ് എറണാകുളത്തുകാർ ഹൈബിയെ വിജയിപ്പിച്ചത്. ഹൈബി പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയൊരു വിജയം. കാരണം ഇത് മനുഷ്യന് അപമാനകരമായ വിജയമാണല്ലോ. ഈ ബ്രസീലിനെ 7 ഗോളിന് തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പാടില്ല. തോറ്റു കഴിഞ്ഞാൽ ആ ജയിച്ച ടീമിന് തന്നെ അത് അപഖ്യാതിയാണ്. അങ്ങനെയുള്ള ചില കളികളുണ്ടാവും. അങ്ങനെ ഒരു ഇതായിട്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദയനീയത. പശ്ചിമ ജർമ്മനിയാണ് പണ്ട് ബ്രസീലിന് 7 ഗോളിന് തോൽപ്പിച്ചത്.